മുത്തുനബിക്ക് അവിടങ്ങനെ വിഷമം വരുമ്പോ മുത്തുനബി ചൊല്ലിയിരുന്ന ദിക്റാണ്, ദുആണ്. ചൊല്ലാൻ വേണ്ടി ഉമ്മത്തിനെ പഠിപ്പിച്ച ദുആണ്. നമുക്കൊരു വലിയ വിഷമം വന്നു കഴിഞ്ഞാൽ, താങ്ങാൻ കഴിയാത്ത സങ്കടങ്ങള്, താങ്ങാൻ കഴിയാത്ത വിഷമങ്ങൾ, ടെൻഷനുകൾ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാനുള്ള ദിക്റാണ് ദുആഉൽ ഖർബ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആണ്. വലിയ മഹത്വമുള്ള, വലിയ അർത്ഥമുള്ള ദുആണ്. ആ ദുആഉൽ ഖർബാണ് നമ്മൾ ചൊല്ലുന്നത് ഇൻഷാ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലണം കേട്ടോ. ഒരു തവണ ഉസ്താദ് ചൊല്ലിത്തരും, അത് എല്ലാവരും ഏറ്റു ചൊല്ലണം. എല്ലാവരും മനസ്സിൽ തട്ടിയിട്ട് ഏറ്റു ചൊല്ലണം. അല്ലാഹ് ഈ മജ്ലിസ് കേൾക്കുന്നവരിൽ, ഈ മജ്ലിസ് കേൾക്കുന്നവരിൽ ആർക്കെല്ലാം വിഷമങ്ങളുണ്ടോ അവരുടെ വിഷമങ്ങളെല്ലാം നീ സലാമത്താക്കി തരണേ അല്ലാഹ്. നീ സലാമത്താക്കി തരണേ അല്ലാഹ്. നീ സലാമത്താക്കി തരണേ അല്ലാഹ്. നീ സലാമത്താക്കി തരണേ അല്ലാഹ്. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ, അല്ലാഹുവേ, 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 ഞങ്ങളുടെ മജ്ലിസ് നീ ഇജാബത്തുള്ള മജ്ലിസായി ഖബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആഉൽ ഖർബ് അത് നമ്മള് കാണാതെ പഠിക്കണം. ദുആഉൽ ഖർബ് എന്തറിയോ? പെട്ടെന്ന് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ, നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത രൂപത്തിൽ ഒരു വിഷമം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാല് ഉടനെ നമ്മൾ ചൊല്ലണം ദുആഉൽ ഖർബ്. കാരണം എന്താ? വലിയ പ്രതിസന്ധി വരുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിരുന്ന ദിക്റാണ്. അവിടുന്ന് സ്വഹാബത്തിനോട് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ച ദിക്റാണ്. മഹദിമാരായ മഹദിമാര്, മഹാന്മാരൊക്കെ ചൊല്ലിയിരുന്ന ദിക്റാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത്, ഒരു ഗർഭിണിയായ പെണ്ണ് പ്രസവ സമയത്ത് വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദുആഉൽ ഖർബ് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ, ആ ഗർഭിണിയായ സഹോദരിയുടെ അടുത്ത് നിന്ന് ചൊല്ലിയാൽ അവൾക്ക് അല്ലാഹു സുഖപ്രസവം നൽകും. വലിയ മഹത്വമാണ് ദുആഉൽ ഖർബ്. ലേബർ റൂമിന്റെ അകത്ത് നമ്മുടെ സഹോദരിമാർ ഇരിക്കണം. സഹോദരിമാര് ലേബർ റൂമിന്റെ അകത്ത് കിടക്കുമ്പോ പ്രിയപ്പെട്ട അവരുടെ കൂടെയുള്ള ആളുകൾ ദുആഉൽ ഖർബ് ചൊല്ലാം. ദുആഉൽ ഖർബ് ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുക. ഉറപ്പാണ് ഇൻഷാ അല്ലാഹ് അത് സാധിച്ചെടുക്കും. പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, ഇൻഷാ അല്ലാഹ് ഇനി പരീക്ഷയ്ക്കാണ് വരാൻ പോകുന്നത് അല്ലേ? നമ്മുടെ മക്കളെ എക്സാം ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? ദുആഉൽ ഖർബ് ചൊല്ലുക. SSLC പ്ലസ് 1 പ്ലസ് 2 ഡിഗ്രിയും എല്ലാ എക്സാമിൽ അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല വിജയം കൊടുക്കട്ടെ. നല്ല വിജയം അല്ലാഹു നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല റാങ്കോടുകൂടെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അപ്പൊ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ ഏറ്റവും വലിയ മഹത്വമുള്ള ദിക്റാണ് ദുആഉൽ ഖർബ്. അതാണ് ചൊല്ലുന്നത്. 11 തവണ നമ്മൾ ചൊല്ലാണ്. 11 തവണ ഇൻഷാ അല്ലാഹ് ദുആഉൽ ഖർബ് ചൊല്ലിയ മജ്ലിസിൽ നിങ്ങൾ വെള്ളം വെക്കി അത് എല്ലാ മക്കൾക്കും നിങ്ങൾ നൽകുക. അല്ലാഹുവേ നീ കബൂലാക്കുക അല്ലാഹ്. മാരകമായ രോഗങ്ങൾ ബാധിച്ച് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് റബ്ബേ. ദുആഉൽ ഖർബിന്റെ ബറക്കത്ത് കൊണ്ടൊരു വിഷമം നീ കൊടുക്കല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു വട്ടം ഞാൻ ചൊല്ലിത്തരും. എല്ലാവരും അത് ഏറ്റു ചൊല്ലണം കേട്ടോ. എല്ലാവരും ചൊല്ലണം. എല്ലാവരും ഉറക്കെ ചൊല്ലണം. ഉറക്കെ ചൊല്ലൂലേ? ഉറക്കെ ചൊല്ലൂലേ? പൂമ്പാറ്റകളൊക്കെ ഉറക്കെ ചൊല്ലിട്ടാ. ബിസ്മില്ലാഹ്. ഉമ്മമാരൊക്കെ പതുക്കെ ചൊല്ലിയാ. നമ്മളെ പൂമ്പാറ്റകളൊക്കെ ഉറക്കെ ചൊല്ലട്ടെ. ദുആഉൽ ഖർബിൽ കാണാൻ പഠിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം.
لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. അതാണ് ദുആ. എല്ലാവരും ചൊല്ലിയ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളൂ. ബിസ്മില്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم إلا مؤمنين صلي لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم
لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم മുഅ്മിനീങ്ങളെ എല്ലാവരും ഇനിയും ചൊല്ലുക. അവരവരുടെ മനസ്സിൽ അവർക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമല്ലോ. ആ വിഷമങ്ങളെല്ലാം മനസ്സിൽ കരുതുക. ഈ മുഅ്മിനീങ്ങൾ ചൊല്ലുമ്പോ എന്ത് വിഷമങ്ങളാണോ ഉള്ളത് ആ വിഷമം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വീട്ടിലെ കുയൽ കിണർ കുഴിച്ചു വെള്ളം കിട്ടാതെ വലിയ വിഷമത്തിലായി. മടവൂർ ശൈഖുനാന്റെ പേരിൽ ഫാത്തിഹ ഓതാൻ പറഞ്ഞ് അല്ലാഹ് 10 ദിവസങ്ങൾക്ക് മുമ്പ് ആ സഹോദരൻ ഇവിടെ വന്നിരുന്നു. മടവൂർ ശൈഖുനാന്റെ പേരിൽ 313 ഫാത്തിഹ നിങ്ങൾ ഓതുക. അറിവിന്നിലാവിന്റെ മജ്ലിസിൽ നിന്ന് വെള്ളം വെച്ച് അതിലേക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുത്ത് അൽഹംദുലില്ലാഹ് 11ാമത്തെ ദിവസം നിങ്ങളത് തുറന്നു നോക്കി. ആ സഹോദരൻ അത് തുറന്നു നോക്കി. അല്ലാഹുവല്ലേ വലിയവൻ, റബ്ബ് നമ്മളെ കൊടുക്കൂല. അൽഹംദുലില്ലാഹ് ഇപ്പൊ എല്ലാ ദിവസവും ആ വീട്ടുകാർക്ക് ആവശ്യമായ വെള്ളം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ കുയൽ കിണറിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന സന്തോഷം ആ സഹോദരൻ ഇന്നിവിടെ വന്ന് പറഞ്ഞു. മറ്റൊരു പ്രിയപ്പെട്ട വാപ്പയും അവരുടെ മരുമകൻ നിന്ന് വന്നു. ഉസ്താദേ 2 മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങളെ കുയൽ കിണറിൽ നിന്ന് വെള്ളമടിക്കാൻ കിട്ടുന്നുണ്ടെന്ന സന്തോഷം പറഞ്ഞ് അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ നിങ്ങളെ മനസ്സിലുള്ള ഉദ്ദേശം മനസ്സിൽ കരുതി നിങ്ങൾ മജ്ലിസിൽ ഇരിക്കുക. എന്ത് ഖൈറായ നിയത്താണെങ്കിലും അല്ലാഹു നടത്തി തരട്ടെ, അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ഇനിയും ചൊല്ലൂ ദുആഉൽ ഖർബ്. മുത്തുനബി നമ്മെ പഠിപ്പിച്ച ദുആണ്. ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم
لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم
لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم
لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ എല്ലാവരും രണ്ട് കയ്യിലൂതിയിട്ട് മുഖം തടവുക. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ദുആഉൽ കറബിന്റെ മജ്ലിസ് അല്ലാഹ് നീ കബൂലാക്ക്. അല്ലാഹ് പോരായ്മകളെല്ലാം പരിഹരിക്കണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ എത്തിക്കുക അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ബദരീങ്ങൾ, ശുഹദാക്കളെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ എത്തിക്കണേ അല്ലാഹ്. ഖാജാ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കുക അല്ലാഹ്. ഖുതുബുൽ അഖ്താബ് തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കുക അല്ലാഹ്. ഖുതുബുൽ ആലമീന്റെ ഹളറത്തിലേക്ക് എത്തിക്കുക അല്ലാഹ്. അവിടത്തെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ. ഈ മജ്ലിസ് കാണുന്ന മുഅ്മിനീങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്തിനെ നീ നന്നാക്കി തരണേ റഹ്മാനേ. നല്ലൊരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഈമാൻ ഞങ്ങൾക്ക് നീ സലാമത്താക്കി തരണമല്ലാഹ്. ഇഖ്ലാസും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് പൊറുക്കണേ. മരണം നന്നാക്കണേ. ഖബർ ജീവിതം നന്നാക്കണേ. പരലോകം രക്ഷപ്പെടുത്തണേ. അർശിന്റെ തണല് നൽകണേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സ് നിനക്കറിയാലോ. ഒരുപാട് സങ്കടം, അതിലേറെ വിഷമം, ഒരുപാട് ടെൻഷനുകൾ എല്ലാം സലാമത്താക്കി തരണമല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ. നീ വഷളാക്കല്ലേ. ദുനിയാവിലോ ആഖിറത്തിലോ പരാജയപ്പെടുത്തല്ല. അർഹമുർ റഹീമായ റഹ്മാനും റഹീമുമായ അല്ലാഹ് റബ്ബേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണമല്ലാഹ്. കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ 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 കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. രോഗികളെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, ശിഫ നൽകുക അല്ലാഹ്. ക്യാൻസർ രോഗികളുണ്ട്, ശിഫ നൽകുക അല്ലാഹ്. അറ്റാക്ക് വന്നവരുണ്ട്, ശിഫ നൽകുക അല്ലാഹ്. കിഡ്നി തകരാറിലായവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാഹ്. ഡയാലിസ് ചെയ്യുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഹാർട്ടിൽ ഹോൾസ് വന്നവരുണ്ട്, ശിഫയാക്കുക അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ശരീരത്തിലുള്ള മാരകമായ രോഗങ്ങളെ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാനില്ല. ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും കൈവടിഞ്ഞ രോഗികളുണ്ട്. ഇനി മരുന്നില്ല, വീട്ടിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും ക്യാൻസർ വന്ന് ചികിത്സിച്ചു മാറ്റമില്ലാതെ, ബ്രെയിൻ ട്യൂമർ വന്ന് ചികിത്സിച്ചു മാറ്റമില്ലാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തളർന്നു പോയി പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട് അല്ലാഹ്. നീ ശിഫ നൽകണേ റഹ്മാനേ. നീ ശിഫ നൽകണേ റഹ്മാനേ. നീ ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ
ഞങ്ങളെ ഈ മജ്ലിസ് കാണുന്നവരിൽ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്. റബ്ബാകുന്ന നീ ദുആവിൽ ഖർബിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. നടക്കാൻ കഴിയാതെ തളർന്നു കിടക്കുന്നവരുണ്ട്. അപകടം പറ്റി കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കുന്നവരുണ്ട്. ബെൽറ്റിട്ട് കിടക്കുന്നവരുണ്ട്. റബ്ബേ, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദന വന്ന് സഹിക്കാൻ കഴിയാതെ വിഷമം അനുഭവിക്കുന്ന പാവങ്ങളുണ്ട് അല്ലാ. നീ അവർക്കെല്ലാം പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, എന്താണ് രോഗമെന്നറിയാൻ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ആ റിസൾട്ടിൽ ഒരു പ്രയാസവുമില്ല എന്ന് തിരിച്ചറിയാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാ, ഞങ്ങൾ ആരോഗ്യം നിലനിർത്തണേ, ആഫിയത്ത് നിലനിർത്തണേ. ക്ഷീണവും കതപ്പുമല്ല മാറ്റിത്തരണമല്ലാ. പനിയും ജലദോഷവും കഫക്കെട്ടും തുമ്മലും ശ്വാസം മുട്ടും അലർജിയും ശരീരത്തിലുള്ള ക്ഷീണമെല്ലാം തളർച്ചയെല്ലാം നീ മാറ്റിത്തരണമല്ലാ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നീ നോർമലാക്ക് റബ്ബേ. തൈറോയിഡും വെരിക്കോസിസ് സോറിയാസിസ് ആമവാദം സുഖപ്പെടുത്തണേ റഹ്മാനേ. കണ്ണിന് കാഴ്ച തീരെയില്ലാത്തവരുണ്ട്. ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നവരെ, കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവനുണ്ട്. അല്ലാ, നീ ശിഫയാക്ക് അല്ലാ. കാതിന് കേൾവി ശക്തി നൽകണേ. കാതിൽ നിന്ന് നീരൊലിക്കുന്നത് സുഖപ്പെടുത്തണേ. അപസ്മാരം മാറ്റണേ. ഭ്രാന്ത് സുഖപ്പെടുത്തണേ. അല്ലാഹുവേ, സംസാരിക്കാൻ തീരെ കഴിയാത്തവരെ, സംസാരിക്കുമ്പോൾ വിക്ക് വരുന്നവരെ അല്ലാ എല്ലാം സുഖപ്പെടുത്തണേ മന്നാനേ. അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവനുണ്ട്. ഒരു പ്രിയപ്പെട്ട ഉപ്പ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. സ്റ്റെൻഡ് ഇട്ടിട്ട് വലിയ വിഷമത്തിലാണ്. വീണ്ടും എന്തോ തടസ്സം വന്നിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടറെ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, നമ്മൾ ആ ഉപ്പാക്ക് ദുആയിരുന്ന് ഇന്നവരെ വന്ന് വീണ്ടും പറഞ്ഞു, ഉസ്താദേ ഒരു പ്രശ്നവുമില്ല, ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടി, അൽഹംദുലില്ലാഹ്. ആ ഉപ്പാക്കിന് ഒരു പ്രയാസവും നീ നൽകല്ലേ റഹ്മാനേ. അങ്ങനെ എത്രയെത്ര രോഗികൾ അബ്ബാകുന്ന നീ ശിഫ കൊടുക്കുക അല്ലാഹ്. ഗർഭാശയത്തിലും അണ്ഡാശയത്തിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുഴവന്ന് വിഷമിക്കുന്നവനുണ്ട്. റബ്ബേ, നീ ശിഫ നൽകുക അല്ലാഹ്. ബ്ലീഡിങ് കറക്റ്റ് ആവാതെ, മെൻസസ് കറക്റ്റ് ആവാതെ വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്. റബ്ബേ, നീ ശിഫ നൽകുക അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ രോഗങ്ങൾ വന്ന് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ശിഫ കൊടുത്ത് പരിഹാരം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹോദര സഹോദരിമാർ കല്യാണങ്ങളെ ശരിയാക്കി കൊടുക്ക റബ്ബേ. കല്യാണങ്ങളെ ശരിയാക്കി കൊടുക്ക റബ്ബേ. കല്യാണം കാണാൻ പോകുന്നുണ്ട്, പറ്റുന്നില്ല, അതല്ലെങ്കിൽ മുടക്കമാണ്. ഈ റജബ് മാസം തീരുന്നതിന് മുമ്പ് ഞങ്ങളെ മക്കളുടെ കല്യാണം ശരിയാക്കി തരണമല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ റഹ്മാനേ. നീ നൽകണേ റഹ്മാനേ.
ചെറിയ കുഞ്ഞു മക്കളെ റബ്ബേ പ്രസവിച്ച ഉടനെ രോഗങ്ങളാണ്, ശരീരത്തിൽ ഓരോ അലർജിയാണ്, പാല് കുടിക്കുന്നില്ല, കരച്ചില് മാറ്റുന്നില്ല, രാത്രി ഉറങ്ങുന്നില്ല. റബ്ബേ പ്രായത്തിനനുസരിച്ച് വളർച്ച വന്നിട്ടില്ല, വിളിക്കുമ്പോ മുഖത്ത് നോക്കുന്നില്ല, കഴുത്തുറച്ചിട്ടില്ല, നടക്കാനോ ഇരിക്കാനോ കഴിയുന്നില്ല. ഞങ്ങളെ പൂമ്പാറ്റ കുഞ്ഞു മക്കൾക്ക് റബ്ബാകുന്ന നീ ആഫിയത്ത് നൽകുക അല്ലാഹ്. കാലുകൾ നൽകിയതിനെയാണ്, അതിന് നടക്കാനുള്ള കഴിവും നൽകാൻ കഴിവുള്ളവൻ നീയാണ്. നീ നൽകണേ റഹ്മാനേ, നീ നൽകണേ റഹ്മാനേ, നീ നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ്, അല്ലാഹുവേ നടക്കാൻ കഴിയാത്തവരെ മജ്ലിസിലൂടെ നീ ഒന്ന് നടത്തി തരണേ. കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്നവരെ ഒന്ന് ഒന്നിപ്പിക്കണേ, സമാധാനമുള്ള കുടുംബമാക്കണേ. റാഹത്തുള്ള ഖൈറായ ഒരു സ്ഥലം ഞങ്ങൾക്ക് നൽകുക അല്ലാഹ്, വഴി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്, വീട് പണിനി പൂർത്തിയാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ ബിസിനസ്സുകൾ, ഞങ്ങളെ കച്ചവടങ്ങൾ, ഞങ്ങളെ ഏർപ്പാടുകൾ, ഞങ്ങളെ തൊഴിലുകൾ, ഞങ്ങളെ വാഹനങ്ങൾ, ഞങ്ങളെ കൃഷികൾ എല്ലാത്തിലും നീ ഖൈറും ബറക്കത്തും ഏറ്റി നൽകണേ റബ്ബേ. സർവ്വ ശർറുകളും മടവൂർ ശൈഖുനാന്റെ ഹക്ക് കൊണ്ട് ബാത്തിലാക്കി തരണേ അല്ലാഹ്. സിഹ്ർ 100% ബാത്തിലാക്ക് റബ്ബേ, കണ്ണേറ് ബാത്തിലാക്ക് റബ്ബേ, നാപ്പോരെ ബാത്തിലാക്ക് റബ്ബേ, കൈവിഷം ബാത്തിലാക്ക് റബ്ബേ. എത്രയോ കുടുംബങ്ങളുടെ ശർറുകളെ മടവൂർ ശൈഖുനാന്റെ ഹക്ക് കൊണ്ട് മാറിക്കിട്ടി അല്ലാഹ്. ഇനിയും നീ മാറ്റണമല്ലാ, നീ മാറ്റണേ അല്ലാഹ്, നീ മാറ്റണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളെ കിണറ്റിലും കുയൽ കിണറിലും നീ റാഹത്തുള്ള വെള്ളം നൽകി റബ്ബേ. ഞങ്ങളെ വാഹനങ്ങൾക്കെല്ലാം നല്ല ട്രിപ്പ് നൽകുക അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചൊരുപാട് ആളുകളുണ്ട്. ഇന്ന് അറിവിന്നിലാവിന്റെ നിലാമുറ്റത്ത് വന്ന സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്ന വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞവരെ, റബ്ബാകുന്ന നിനക്കറിയാലോ അവരുടെ സങ്കടങ്ങൾ നീ സലാമത്താക്ക് അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കുക അല്ലാഹ്. സമാധാനം നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മമാരെ, ഞങ്ങളെ ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, ഭാര്യമാര്, ഭർത്താക്കന്മാരെ, മക്കളെ, മരുമക്കൾ, പേരമക്കളെ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുക അല്ലാഹ്. പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം ആരെല്ലാം മരിച്ചുപോയോ അവരെ ഖബറുകൾ നീ സ്വർഗമാക്കുക അല്ലാഹ്, വിശാലമാക്കുക അല്ലാഹ്. അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗപ്പൂന്തോപ്പാക്ക് അല്ലാഹ്. അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്.
മഹാനായ ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹ് അവിടത്തെ കാവല് ഞങ്ങൾക്ക് തരണേ, അവിടത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ, അവിടത്തെ ഇഷ്ടം ഞങ്ങൾക്ക് തരണേ. മടവൂർ ശൈഖുനാന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്ക റബ്ബേ, ശിഫയുടെ വെള്ളമാക്ക റബ്ബേ. ഞങ്ങളോട് ആരെല്ലാം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ടോ, അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കിയവരുണ്ട്, അറിവിന്ദിലാവിലേക്ക് സംഭാവനകൾ തന്നവരുണ്ട്, ഒരു വിഷമം വരുമ്പോ പ്രയാസം വരുമ്പോ നേർച്ചയാക്കിയവരെ അല്ലാഹ് എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. റബ്ബേ നീ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ, ഞങ്ങളെ പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ, വിഷമങ്ങളെല്ലാം മാറ്റണേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹുവേ. ജയിലിൽ കഴിയുന്നവർക്ക് മോചനം നൽകണേ. മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊള്ളിനി മോചനം നൽകുക അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്ക് അല്ലാഹ്, ശിഫയുടെ വെള്ളമാക്ക് അല്ലാഹ്. അറിവിന്ദിലാവിന്റെ മജ്ലിസ് ഒരു ദിവസവും ഒഴിവില്ലാതെ കേൾക്കുന്നവരെ, ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ, കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് അയക്കുന്നവരെ റബ്ബേ, റബ്ബേ ഇവിടെ വരുന്ന ആളുകൾ ദുആരിക്കാൻ ഏൽപ്പിക്കുന്നവരെ, ഇവിടെ ആളുകൾ വരുമ്പോ അയൽവാസികൾ ദുആ വസിയത്ത് ഏൽപ്പിക്കുന്നവരെ, കുടുംബങ്ങൾ ദുആ വസിയത്ത് ഏൽപ്പിക്കുന്നവരെ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ കബൂലാക്കുക അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن آمين برحمتك يا أرحم الراحمين.